ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ പെട്ടി കിടക്കയെല്ലാം എടുത്ത് നമ്മൾ നേരെ വിട്ടു. ബസ്സിലാണ് നമ്മൾ വന്നത് കേട്ടോ, റെയിൽവേ സ്റ്റേഷനിലേക്ക്. 1 മണിക്കൂർ ദൂരം ഉണ്ട് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണിത്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് മെല്ലനെ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെത്തി. വീഡിയോ എല്ലാം എടുത്തൊന്ന് ഷോയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എന്നിട്ട് വീഡിയോ എടുക്കുകയും ചെയ്തു. എടുത്തപ്പോൾ എന്താ അവസ്ഥ, എടുത്തപ്പോൾ അതിന് സൗണ്ട് ക്ലിയർ ഇല്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു അത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാലാന്ന് പറഞ്ഞത് ട്രെയിനിന് എത്താൻ കുറച്ചുകൂടി സമയം എടുക്കുന്നു. അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ ചെയ്യാം, ലൈവൊക്കെ ചെയ്യാമെന്നെല്ലാം വിചാരിച്ച് ഹാപ്പിയായി. ഞാൻ എവിടെയൊക്കെ സമയം കിട്ടുമ്പോൾ എവിടുന്നും ലൈവ് ചെയ്യാം, എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്നെല്ലാം വിചാരിച്ച് നിൽക്കുമ്പോൾ മക്കൾ കിരികിരിയാക്കും. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആൾ നോക്കി നമ്മളെ കളിയാക്കുന്നു, അങ്ങനെ ഇങ്ങനെയെല്ലാം പറയും. അപ്പോൾ അതൊന്നും ഞാൻ മൈൻഡാക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറേ ലൈവും കുറേ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് അടിച്ച് പൊളിച്ച് മക്കളെ. അപ്പോൾ കിച്ചു ആടുന്ന് ലേസ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. പൊതുവേ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികൾക്കൊന്നും ഒന്നും വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ചില സമയം റെയിൽവേ സ്റ്റേഷനിൽ വാങ്ങുന്ന ഫുഡായാലും ഒന്നിനും കൊള്ളൂല. മക്കൾക്കൊന്നും പ്രത്യേകിച്ചിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അവർ നിർബന്ധിച്ചാൽ ഞാൻ വാങ്ങിക്കൊടുക്കൽ കുറവാണ്. നമ്മൾ ട്രെയിൻ കയറുന്നതിന് മുന്നേ തന്നെ ഇഡ്ഡലിയും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ ആയതുകൊണ്ട്. നമ്മുടെ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിൻ വരുന്നതിന് മുന്നേ പാലക്കാട് നിന്ന് വേറൊരു ട്രെയിൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേഗം ട്രെയിനിൽ കയറി. അപ്പോൾ എറണാട് ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവില്ല നമ്മൾ വരുന്ന സമയത്ത്. ഒന്നാമത് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സീറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സീറ്റെല്ലാം കിട്ടി. പിന്നെ എനിക്ക് കാല് വേദനയായതുകൊണ്ട് ഞാൻ ആദ്യം മടിയിൽ കിടന്നു കുറേ സമയം, തീരെ വയ്യായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. കണ്ണൂരൊക്കെ എത്തിയിരിക്കുന്നു ഗൈസ്. കണ്ണൂരിന് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരണം. നമ്മൾ ആദ്യത്തെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ശരിക്കും എൻ്റെ പ്രോപ്പർ നമ്മളെ അമ്മേരെ തറവാട് തലശ്ശേരിയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ അമ്മ താമസിക്കുന്നത് കണ്ണൂരിനും കാസർഗോഡിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ്. അപ്പം ഇതൊരു ഉൾനാടൻ പ്രദേശമാണ്. നമ്മൾ ചെറുത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കിച്ചു ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട്. വച്ചുവട്ടം വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ വരുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളോടും വരുന്നത് പറഞ്ഞിട്ടില്ല. ഏച്ചിയോടും പറഞ്ഞിട്ടില്ല, അമ്മേനോടും പറഞ്ഞിട്ടില്ല, അനിയനോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല നമ്മൾ വരുന്നതൊന്നും. സർപ്രൈസ് വിസിറ്റ് എന്ന് പറയാം. അപ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട് കുറേ പട്ടികൾ കേട്ടോ. പട്ടികളെ കാണുമ്പോൾ ഒരു പേടിയത്. അപ്പോൾ ഏച്ചിയുടെ മോനോട് വരാൻ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് വണ്ടി വന്ന് നേരെ നമ്മൾ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുണുങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തിട്ട് മാറിയ സമയമാണ് നമ്മൾ ഇവിടെ എത്തുമ്പോൾ. അപ്പം തന്നെ തണുത്ത കാലാവസ്ഥ. നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് എത്തുമ്പോഴത്തേക്ക് എന്നാ പറയേണ്ടത്, തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഇട്ട പോലെ പുറത്തുള്ള അങ്ങനത്തെ തണുപ്പ്. പെട്ടെന്ന് നമുക്ക് ക്ലൈമറ്റ് മാറിയത് ഒരു ബോഡി പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടോ ഗൈസ്. ഇതാണ് നമ്മളമ്മേരെ വീട്ടിലേക്ക് പോകുന്ന വഴി. അപ്പോൾ 2 വശവും കാടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കാടിൻ്റെ നടുക്കുള്ള വീടാണിത്. അങ്ങനെയുള്ള കാടൊന്നും അല്ല കേട്ടോ. ഇതൊരു നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ നല്ല കാടുകളാണ്. റബ്ബറിൻ്റെതും മറ്റേ കശുവണ്ടി ഇല്ലേ, പറങ്കി മാവ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇതെവിടെയാണ് അമ്മ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടത്തേക്ക് എത്തി. അപ്പോൾ അമ്മക്കറിയില്ല നമ്മൾ വരുന്നത്, നമ്മൾ സർപ്രൈസായിട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ വരുന്നതാണെങ്കിൽ അമ്മ പുറത്തേക്ക് കിണിക്കലുണ്ട്. ഇതിപ്പം നമ്മൾ വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ആരും വിളിച്ചിട്ടുമില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ മനഃപൂർവ്വം വിളിക്കാണ്ട് തന്നെയാണ്. എന്നിട്ട് വണ്ടി വന്നിട്ടും അമ്മ നോക്കുന്നില്ല. എന്താണെങ്കിൽ വച്ചു പുറത്ത് പോയി വന്നായിരിക്കും എന്ന് ചോദിച്ചിട്ട് അമ്മ അകത്തന്നെ ഓടി. നമ്മൾ വണ്ടിയിൽ കുറച്ച് സമയം ഇരുന്നിട്ട് വച്ചുകൊണ്ട് വണ്ടിയിൽ ഹോണടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെല്ലനെ കുണുങ്ങി താറാവിനെ പോലെ വരുന്നുണ്ട്. എന്നിട്ടാകുമ്പം നമ്മളെ കണ്ടിട്ടാകുമ്പം നമുക്കൊരു ഇതില്ല, നമുക്ക് ഇങ്ങനെ അധികം കണ്ണട വെക്കാത്തതുകൊണ്ട് കാണാത്തതുകൊണ്ട് തന്നെ ആദ്യം കണ്ടതിനെ വിചാരിച്ചേതോ ഓൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചു. ആദ്യം ഷർട്ടാന്ന് ഇട്ടിട്ടുണ്ടായിന്. എന്നിട്ടാകുമ്പം പെട്ടെന്ന് ഞാൻ ഡോറ് തുറന്ന് കഴിയുമ്പോൾ എന്നാലും ഇങ്ങനെ വരുത്ത് എന്തെങ്കിലും പറയണ്ടേ, ഞാനെന്തെങ്കിലും ആക്കൂലേ ഇങ്ങനെ. പ്രത്യേകിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തിന്നേണ്ട കാര്യമാണ് ആദ്യം മെയിനായിട്ട് ചിന്തിക്കുക എല്ലാവരും. അമ്മ പ്രത്യേകിച്ചിട്ട് അമ്മക്ക് ചേച്ചിക്കാലും നാളെ തിന്നണം, എന്തെങ്കിലും ആക്കലൊന്നും കൊടുക്കാനില്ലല്ലോ, ചോറും കറിയെല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെ പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഇതാണ് നമ്മുടെ നാട് ഗൈസ്. അപ്പോൾ